അതുപോലെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂ എന്ന് പറയുന്ന കിതാബ്, ഷാഫി മദ്ഹബിലെ വലിയ കിതാബാണ് മജ്മൂ ഷറഹുൽ മുഹദ്ദബ്. അദ്ദേഹത്തിന്റെ തന്നെ വോള്യങ്ങളോളം വരുന്ന കിതാബാണ്. അത് അദ്ദേഹമല്ല പൂർത്തിയാക്കിയത്, പിന്നീട് അദ്ദേഹത്തിന് ശേഷം പിന്നീട് ഷാഫി മദ്ഹബിലെ തന്നെ പണ്ഡിതന്മാരാണ് അത് പൂർത്തിയാക്കിയത്. അദ്ദേഹമാണ് അതിന്റെ ഒട്ടുമുഖ്യ ഭാഗവും അദ്ദേഹം തന്നെയാണ് എഴുതി പൂർത്തിയാക്കിയത്. ഷാഫി മദ്ഹബിലെ ആധികാരികമായ ഷാഫി ഫിഖ്ഹിലെ ഒരു അഭിപ്രായം നോക്കിയാൽ ഇമാം നവവി മജ്മൂഇൽ പറഞ്ഞാൽ പിന്നെ അത് ഷാഫി മദ്ഹബിലെ ആധികാരികമായ അഭിപ്രായമായി എണ്ണപ്പെടും എന്നുള്ളതാണ്. ഇമാം ഈ കിതാബിൽ അതിന്റെ ആമുഖത്തിൽ ഇമാം നവവി ഒരറിവ് നേടുന്ന ഒരു മനുഷ്യനുണ്ടാകേണ്ട, ഒരാൾക്കുണ്ടാകേണ്ട ഗുണഗണങ്ങളെക്കുറിച്ച് പറയുന്നത് ഒന്ന് സൂചിപ്പിക്കാം. അതിൽ ഒന്നാമതായി ഇമാം നവവി പറയുന്നത് കാണാൻ കഴിയും, യംബഗീൽ മുതഅല്ലിം അൻ യഖ്സിദ ബിതഅലീമിഹി വജ്ഹല്ലാഹ്. ദീന് പഠിക്കേണ്ടത്, അറിവ് പഠിക്കേണ്ടത് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളോ ലക്ഷ്യങ്ങളോ ലാഭങ്ങളോ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ ഇൽമു പഠിക്കേണ്ടത്, അറിവ് പഠിക്കണം. അത് ഒന്നാമത്തെ ലക്ഷ്യം. അത് നിരവധി ഹദീസുകൾ പ്രവാചകൻ നമുക്ക് കാണാൻ കഴിയും. മൻ തഅല്ലമൽ ഇൽമ ലിയുബാഹിയ ബിഹിൽ ഉലമാ ഔ ലിയുബാരിയ ബിഹിസ് സുഫഹാ. ആരെങ്കിലും പണ്ഡിതന്മാരോട് കൊമ്പ് കോർക്കാൻ, അവരെ ഒന്ന് മത്സരിക്കാം, അവരുടെ അറിവിലൊന്നും മത്സരിക്കാം എന്ന അർത്ഥത്തിൽ ഇൽമു പഠിക്കുകയാണ് എങ്കിൽ, അതുപോലെ തന്നെ ഔ ലിയുബാരിയ ബിഹിസ് സുഫഹാ, അല്ലെങ്കിൽ വിഡ്ഢികളായ ആളുകളോട് തർക്കിക്കാം, കുറച്ചൊക്കെ അറിവുണ്ട്, അവനൊന്നും അറിയുന്നുണ്ടാവില്ല, അപ്പൊ അവന്റെ മുമ്പിൽ പോയി എന്റെ അറിവൊക്കെ വളപ്പിക്കാൻ അവനും തിരിച്ചു വരാനും കഴിയില്ല, അവനൊരു അറിവില്ലാത്ത മനുഷ്യനായി, അവനോട് ഇങ്ങനെ തർക്കിക്കാം, അപ്പൊ ആളുകൾ എന്റെ അറിവിന്റെ ഒരു ഇതൊക്കെ മനസ്സിലാക്കുക എന്ന അർത്ഥത്തിലാണ് ഇൽമു പഠിക്കുന്നത് എങ്കിൽ അവന് ആഖിറത്തിൽ അത് ഒരിക്കലും ഉപകാരപ്പെടുകയില്ല എന്ന് ആശയം വരുന്ന ഹദീസുകൾ നിരവധി വാചകങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അതുപോലെ തന്നെ സലഫുകളിൽ നിന്നുമൊക്കെ ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇമാം നവവി പറയുന്ന ഒന്നാമത്തെ നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ഇൽമു പഠിക്കാന്ന് പറയുമ്പോൾ ഒരു ദീനി ഇൽമുകൾ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കുക എന്നത് മാത്രമല്ല, നമ്മൾ ഒരുപാട് അറിവ് പഠിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഒരു സാധാരണ നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. പലപ്പോഴും ആളുകൾ ഈ രംഗത്ത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം നമ്മുടെ ജഹല്, നമ്മുടെ അറിവില്ലായ്മ നീക്കുന്നതിന് വേണ്ടിയാണോ അറിവ് പഠിക്കുന്നത് സംശയമാണ്. പലപ്പോഴും മറ്റുള്ളവരോട് തർക്കിക്കാനും, മറ്റുള്ളവരുടെ ഇത് കിട്ടിയിട്ട് വേണം ഇനി അവനോട് പോയി എന്ത് ചെയ്യാൻ, ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഒന്ന് ഷാറാവാം എന്നൊരു ചിന്ത പലപ്പോഴും ആളുകളിൽ പൊതുവായി കാണപ്പെടാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ ചെറിയൊരു അറിവ് പഠിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഖുർആനിന്റെ ഒരു തജ്വീദ്, ഒരു അക്ഷരത്തെ കുറിച്ച് പഠിച്ചു, നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് ആലോചനയിൽ വരേണ്ടത് ഇത് തെറ്റിക്കുന്ന അവനുണ്ടല്ലോ എന്നുള്ളതല്ല. നേരെ മറിച്ച് ഫസ്റ്റ് നമ്മുടെ കാര്യമാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. നമുക്ക് ഈ അറിവില്ലായ്മ മാറ്റം. ഇന്നലെ നമ്മൾ അറിവില്ലാത്തവനായിരുന്നു, ആരും ഉമ്മയുടെ വയറ്റിൽ നിന്ന് അറിവുള്ളവരായി വരുന്നില്ല. ആദ്യം നമ്മുടെ ഈ അറിവില്ലായ്മ മാറ്റം, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം, അള്ളാഹുവിന്റെ ദീന് കൂടുതൽ മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ ഒന്നാമത്തത്. പിന്നെ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് സാഹചര്യത്തിലും സന്ദർഭത്തിനും അനുസരിച്ച് അയാളുടെ ഗുണകാംക്ഷ മാത്രം മുൻനിർത്തി അയാളുടെ സ്വകാര്യമായി ആ തെറ്റ് തിരുത്തി കൊടുക്കുക എന്നതാണ് പ്രവാചകന്റെ ശൈലി. പൊതുവായി ഒരാളെയും ഇങ്ങനെ തെറ്റ് തിരുത്താൻ വേണ്ടി കാര്യങ്ങൾ പഠിക്കുക, ആളുകളോട് തർക്കിക്കാനും, ആളുകളുടെ മുമ്പിൽ ആളാവാനും വേണ്ടി, പണ്ഡിതന്മാരുടെ മുമ്പിൽ തങ്ങളുടെ അറിവിങ്ങനെ തെളിയിക്കാൻ വേണ്ടി അറിവ് പഠിക്കുക, ഇതിനൊക്കെ നിശ്ചിതമായാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ വിമർശിച്ചിട്ടുള്ളത്. എന്നല്ല, ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അദബിൽ തന്നെ അയാൾ കാത്തുസൂക്ഷിക്കേണ്ട കാര്യങ്ങളിൽ പണ്ഡിതന്മാർ എണ്ണുന്ന കുറേ കാര്യങ്ങൾ, അതിലൊന്നാണ് ഈ പ്രമാണങ്ങൾ ഇങ്ങനെ ഉദ്ധരിക്കുന്നത്. ഒരാവശ്യമില്ലാതെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, എല്ലാവരും അറിഞ്ഞോട്ടെ, എനിക്ക് ഇത്ര ആയത്തുകളൊക്കെ ഇങ്ങനെ എണ്ണി ഇങ്ങനെ ഉദ്ധരിക്കാൻ കഴിയും, അക്കമിട്ട് ഇങ്ങനെ പറയാനും കഴിയുമെന്നത്, ഇങ്ങനെ ആയത്തുകൾ മാത്രം ഇങ്ങനെ ഉദ്ധരിക്കുക, ഹദീസുകൾ ഇങ്ങനെ ഉദ്ധരിക്കുക. ആയത്ത് ഉദ്ധരിക്കുക, ഹദീസ് ഉദ്ധരിക്കുക തെറ്റാണെന്നല്ല, പക്ഷെ അതിങ്ങനെ എണ്ണി എനിക്ക് ഒരുപാട് ഇതിനൊരു 10 തെളിവുകളൊക്കെ എനിക്ക് പറയാൻ കഴിയും. ഒരാൾ ആവശ്യമുണ്ട്, ഒരു സംവാദമാണ്, അപ്പുറത്ത് തെളിവ് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ തെളിവ് കൊടുത്താലേ അവിടെ വിശ്വസിക്കും എങ്കിലൊക്കെ. അല്ലാതെ ഇങ്ങനെ ഒരുപാട് ആളുകളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ആയത്തുകൾ ഇങ്ങനെ ഉദ്ധരിക്കുക, ഹദീസ് ഇങ്ങനെ ഉദ്ധരിക്കുക, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക, സംസാരത്തിൽ ഉൾപ്പെടുത്തുക എന്നത് പോലും പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിക്കുക അല്ല, നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ. അതുപോലെ തന്നെ ഫലാ യഖ്സിദു ബിഹി റിയാസത്തൻ വലാ സുംഅ, ആളുകൾ എന്നെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ആരെങ്കിലും മറ്റുള്ളവർ എന്നെ കുറിച്ച് കേൾക്കണമെന്നും ആഗ്രഹത്തിൽ അറിവ് പഠിക്കാതിരിക്കുകയാണ്. വലാ ഇശാറത്തുൻ ബിൽ ബുനാനി ഇലൈഹി, ആളുകളൊക്കെ എന്നെ നോക്കി പറയണം, നമ്മുടെ ഇമാമാണ്, നമ്മുടെ പള്ളിയിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്, വലിയ പണ്ഡിതനാണ്, അവിടെ പഠിച്ച കുട്ടിയാണ്, വലിയ ഒരാളാണ്, എന്ത് ചോദിച്ചാലും മറുപടി കിട്ടും എന്നൊക്കെ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ പ്രശംസയും ആളുകളുടെ ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ ദുനിയാവിലെ ഏതെങ്കിലും ഒരു നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ട് അറിവ് പഠിക്കാതിരിക്കുക എന്നതാണ് അറിവ് പഠിക്കുന്ന ഒരാളുടെ ബേസിക് അദബുകളായിട്ട്. അത് മാത്രമല്ല, ഇസ്ലാം എന്തൊക്കെ നല്ല സ്വഭാവങ്ങളായി പരിചയപ്പെടുത്തിയോ അതൊക്കെയും അയാളുടെ ജീവിതത്തിൽ വരുത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അത് മറ്റൊരു നമ്മൾക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അതൊരു ജനങ്ങളുടെ അടുത്ത്
ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, അത് ആരുടെ അടുത്തായാലും ഭരണാധികാരികളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പോയി ഇരക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു പണ്ഡിതന് യോജിച്ചതല്ല. ഇരക്കുക എന്നതല്ല, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കയ്യിലുള്ള വസ്തുക്കളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുക, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുക എന്നത് പോലും അറിവ് പഠിക്കുന്ന ഒരാളുടെ നല്ല ഗുണമല്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇങ്ങനെ ആളുകളെ അഭിമുഖീകരിക്കുമ്പോൾ നല്ല മുഖപ്രസന്നതയോടുകൂടി അഭിമുഖീകരിക്കുക, ഇങ്ങനെ ഇസ്ലാം പറയുന്ന നല്ല മക്കാരിമുൽ അഖ്ലാഖ്, നല്ല സൽ സ്വഭാവങ്ങളൊക്കെയും ഒരു വിദ്യാർത്ഥിക്ക് അടിസ്ഥാനപരമായി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ അസൂയ, മറ്റു ഒരു താൻ പോരിമ, സ്വന്തത്തെക്കുറിച്ച് തന്നെ ഒരു അത്ഭുതം തോന്നുക, താൻ ഭയങ്കര ഉഷാറാണെന്ന് തോന്നുക, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരാൾ മാറി നിൽക്കുക, ഇതൊക്കെ ഒരു ദീന് പഠിക്കാൻ തുടങ്ങുന്നതിന്റെ ഏറ്റവും ഒന്നാമത്തെ ചവിട്ടുപടികളായി ഇമാം നവവി അദ്ദേഹത്തിന്റെ മജ്മുഅയിൽ ഉദ്ധരിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അദബുണ്ടാവും, മര്യാദകൾ ഉണ്ടാവും, അദബുണ്ടാവുന്ന ഏറ്റവും ബേസിക് ക്വാളിറ്റിയാണ്. അത് ഇമാം ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകൾ പറയുന്നത് നഹ്നു ഫീ ഹാജത്തിൻ ഇലാ ഖലീലിൻ മിനൽ അദബ് അക്സറു മിൻ ഹാജത്തിന ഇലാ കസീരിൻ മിനൽ ഇൽം. ഒരുപാട് അറിവ് നേടുക എന്നതിനേക്കാളും അദ്ദേഹത്തിന്റെ കാലത്ത് പറയാണ് നമുക്ക് വേണ്ടത് കുറച്ചെങ്കിലും അദബ് ആദ്യം ഉണ്ടാവുക. ഒരുപാട് ഇൽമുണ്ട്, ഒരദബില്ല, അതിന് കുറച്ചേ അദബുള്ളൂ, ഇൽമ അതിനേക്കാളുള്ളൂ, അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുന്നത്. ആദ്യത്തെ 20 കൊല്ലം ഞാൻ അദബാണ് പഠിച്ചത്, പിന്നത്തെ 10 കൊല്ലമാണ് ഞാൻ ഇൽമു പഠിച്ചത് എന്ന് പറഞ്ഞ സലഫുകളെ കാണാൻ കഴിയും. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സദസ്സിൽ ചെറിയ കുട്ടികളെ ഉമ്മമാർ നല്ല ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് അന്നത്തെ അറബികളെ തലപ്പാവൊക്കെ കെട്ടി ഉമ്മമാർ വലിയ വലിയ പണ്ഡിതന്മാരെ സദസ്സിലേക്ക് പറഞ്ഞയക്കും. ആ സദസ്സിൽ നടക്കുന്നത് വലിയ ആഴമേറിയ ചർച്ചകളായിരിക്കും. പക്ഷേ ആ ചെറിയ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് പഠിക്കാനല്ല. അങ്ങനെ തന്നെ പറയാം, നിന്നെ പഠിക്കാനല്ല അങ്ങോട്ട് പറഞ്ഞത്, പിന്നെന്തിനാ ആ സദസ്സിൽ പോയി ഇരിക്കുക. ആ സദസ്സിൽ പോയി ഇരുന്നിട്ട് ആ പണ്ഡിതന്റെ ഭാവങ്ങളും ചലനങ്ങളും അദ്ദേഹത്തിന്റെ സംസാര രീതിയും അദ്ദേഹം എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങൾ കാണിക്കുന്ന മര്യാദയും, ഹദീസ് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ആ ഒരു സൂക്ഷ്മതയും, അതുപോലെ തന്നെ റസൂലിനോടുള്ള സ്നേഹവും, ആളുകളോടുള്ള ഇടപെടലും, ഒരാൾ സംശയം ചോദിച്ചാൽ തെറ്റുപറ്റിയാൾക്ക് തിരുത്തി കൊടുക്കുന്ന രീതിയും, ആളുകൾക്ക് കൈ കൊടുക്കുന്ന രീതിയും, ആളുകളെ കാണുമ്പോൾ ആലിംഗനം ചെയ്യുന്ന രീതിയും, പള്ളിയിൽ ഇടപെടുന്ന, ഇതൊക്കെ കണ്ടുപിടിക്കുക. ഇതൊക്കെ ഒരാളിൽ നിന്ന് കണ്ടുപിടിച്ച് ഇമാം അഹമ്മദിന്റെ മക്കളെ ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന കാണാൻ, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നല്ല മാതൃകായോഗ്യനായ ഒരു പണ്ഡിതൻ വന്നാൽ എൻ്റെ ഉപ്പ എന്ത് ചെയ്യും, എന്നെ അദ്ദേഹത്തിന്റെ പുറകെ വിടും, അദ്ദേഹം അറിയാതെ. എന്തിന്? അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത് നിരീക്ഷിക്കാനൊന്നുമല്ല, കാരണം അദ്ദേഹം ചെയ്യുന്ന കാര്യം കണ്ടു പഠിക്കാനാണ്. അദ്ദേഹം ആളുകളോട് എങ്ങനെ ഇടപെടുന്നു, അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ രീതി എന്താണ്. അപ്പോൾ മാതൃകായോഗ്യരായ ആളുകളിൽ നിന്ന് കണ്ട് അദബ് പഠിക്കുക എന്നത് ഇങ്ങനെ അറിവ് പഠിക്കുന്നതിന്റെ ഒന്നാമത്തെ ഘട്ടമാണ്. ആദ്യമേ കുറേ അറിവുകൾ പഠിച്ചാൽ അതിൽ ഒരദബും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആ അറിവ് ഉപകാരപ്പെടുകയില്ല എന്ന് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ രംഗത്തുമുള്ള പടച്ചവനുള്ള പേടിയും അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുന്ന രംഗത്തുള്ള തഖ്വയും വറഉം ഇതൊക്കെ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഒന്നാണ്. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നവവി പിൽക്കാലത്ത് പഠന കാലഘട്ടത്തിന് ശേഷം ഡമസ്കസിൽ തന്നെയുള്ള അഷ്റഫിയ എന്ന് പറയുന്ന ദാറുൽ ഹദീസ് അഷ്റഫിയ എന്ന് പറയുന്ന പ്രസിദ്ധമായ സ്ഥാപനത്തിൽ അതിന്റെ മേലധികാരിയായി ചുമതലയേറ്റു ഇമാം നവവി. അവിടുത്തെ ഡമസ്കസിൽ അങ്ങനെ ഒരാൾക്ക് സാധാരണക്കാരനായ ഒരു പണ്ഡിതന് ചുമതല ഏൽക്കാൻ കഴിയുന്ന ഒരു സ്ഥാനമായിരുന്നില്ല അത്. ഇസ്ലാമിക ലോകത്തെ ഹദീസിന്റെ തലമുതിർന്ന ഇബ്നു സ്വലാഹിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ കൈകാര്യസ്ഥാനം ഉത്തരവാദിത്വം വഹിച്ച സ്ഥാപനമാണ് ദാറുൽ ഹദീസ് അൽ അഷ്റഫിയ. അതിന്റെ ഭരണകൂടം രാജാവിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിൽ, പ്രത്യേകിച്ച് ഹദീസ് പഠിപ്പിക്കുന്ന പോസ്റ്റിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നിയോഗിതനായി. അന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിത രീതി അന്നും വളരെ മുതിർന്നു, അദ്ദേഹത്തിന് 19 വയസ്സൊക്കെ ആയി. ആ സമയത്തും അദ്ദേഹത്തിന്റെ ജീവിത രീതിയെക്കുറിച്ച് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സിയറു അലാമിൻ നുബലയിൽ പറയുന്നത് കാണാൻ കഴിയും. ഇമാം നവവിക്ക് അന്ന് നല്ല ഒരു ഭരണകൂടത്തിൽ നിന്ന് നല്ലൊരു അലവൻസൊക്കെ കിട്ടുന്ന ഒരു ജോലിയാണ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇമാം നവവി ഈ സ്ഥാപനത്തിന്റെ ചെലവുകളിൽ നിന്ന് ഒന്നും സ്വീകരിക്കാറുണ്ടായിരുന്നു. ഇമാം നവവിയുടെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചൊരു സൂക്ഷ്മതയായി സ്വീകരിക്കുന്നതുകൊണ്ടൊരു പ്രശ്നമില്ല, ഇസ്ലാമികമായ ഒരു പ്രശ്നമില്ലല്ലോ. അദ്ദേഹം വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന പണ്ഡിതന്മാർക്കുമുള്ള അവിടെ നിന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന സമ്പത്തിലാണ്, അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളാണ് അദ്ദേഹം സ്ഥിരമായി ഉപയോഗിക്കാറ്. ഡമസ്കസിന്റെ പരിസര പ്രദേശത്ത് തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ വീട്, ഡമസ്കസിലാണ് അദ്ദേഹത്തിന്റെ ജോലി. അദ്ദേഹം പിന്നെ 19-ാമത്തെ വയസ്സ് മുതൽ ഡമസ്കസിലാണ് പഠിക്കുന്നതും പിന്നെ ജോലി ചെയ്യുന്നതും ഒക്കെ. അദ്ദേഹത്തിന്റെ ഉമ്മ തയ്യാറാക്കി അയച്ചു കൊടുക്കുന്ന, വർഷത്തിൽ 2 പ്രാവശ്യം അയച്ചു കൊടുക്കുന്ന വസ്ത്രങ്ങളായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. അതല്ലാതെ അദ്ദേഹത്തിന് മറ്റു വസ്ത്രങ്ങൾ വാങ്ങാനുള്ള ശേഷിയും ഉണ്ടായിരുന്നില്ല.
അദ്ദേഹം വാങ്ങുകയും ചെയ്യാറുണ്ടായിരുന്നില്ല. മറ്റൊരാളിൽ നിന്നും അദ്ദേഹം ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒക്കെ ഇങ്ങനെ സ്ഥാപനത്തിന്റെ ചെലവിലോ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ചെലവിലോ ഒക്കെയാണ് അത് അദ്ദേഹം സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികളിൽ നിന്ന് അദ്ദേഹം ഹദിയ സ്വീകരിക്കാറും ഉണ്ടായിരുന്നില്ല. ഇന്ന് സാന്ദർഭികമായി ഇപ്പോൾ ഈ അടുത്ത് നടന്ന കുറെ വിവാദങ്ങളെ ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിനുള്ളൊരു ഇസ്ലാമിക നിലപാട് കൂടി നമ്മൾ മനസ്സിലാക്കണം. സ്കൂൾ അവസാനിക്കാറാകുമ്പോൾ ടീച്ചറിന് എന്തെങ്കിലും കൊടുക്കാൻ, എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കാൻ, അത് പൈസ ഇല്ലാത്ത ആളുകൾ പോലും കടം വാങ്ങി ടീച്ചർ സമ്മാനം. എന്താണ് ഇസ്ലാമികമായ ഇതിന്റെ വിധി? ഇസ്ലാമികമായ ഇതിന്റെ വിധി ഹറാം എന്നാണ്. വിദ്യാർത്ഥികളാകട്ടെ, വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായത് കാണാൻ കഴിയും. ഒരു സ്ഥാപനത്തിൽ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ സ്ഥാപനത്തിലുള്ള തൻ്റെ കീഴിലുള്ള ആളുകളിൽ നിന്നോ തൻ്റെ ഗുണഭോക്താക്കളായ ആളുകളിൽ നിന്നോ എന്തെങ്കിലും സ്വീകരിക്കുന്നത് നിഷിദ്ധമാണ്. ഒരു വിദ്യാർത്ഥി എന്ന് മാത്രമല്ല, അത് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മസ്കരയാണ്. ഇപ്പോൾ ഞാൻ അധ്യാപകനാണ്, എനിക്ക് ഇവിടെ നിന്ന് ശമ്പളം കിട്ടുന്നത്, ഞാൻ ഇവിടുത്തെ പെയ്ഡ് സ്റ്റാഫാണ്. എനിക്ക് എൻ്റെ കീഴിലുള്ള വിദ്യാർത്ഥികളിൽ നിന്നോ, ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നോ, എൻ്റെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നോ ഒന്നും വാങ്ങാൻ കഴിയില്ല. അത് വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ മൊത്തത്തിലാണ്, പെയ്ഡ് സ്റ്റാഫ് ആകണമെന്നില്ല. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് എങ്കിൽ, ഞാൻ നേരെ മറിച്ച് അങ്ങനെയല്ല, ഞാനൊരു ട്യൂഷൻ സെന്റർ നടത്തുകയാണ്, അപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത്, അവിടുത്തെ പ്രശ്നമില്ല. പക്ഷെ ഞാനൊരു സ്ഥാപനത്തിൽ ശമ്പളക്കാരനായി ജോലി ചെയ്യുകയും എനിക്ക് കീഴിലുള്ള ആളുകളിൽ നിന്ന് ഞാൻ എന്തെങ്കിലും സ്വീകരിക്കുകയും ചെയ്യുന്നത് നിഷിദ്ധം തന്നെയാണ്. ഹദിയ പാടില്ല. കീഴുദ്യോഗസ്ഥന്മാർ മേലുദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. കീഴുദ്യോഗസ്ഥർ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കീഴുദ്യോഗസ്ഥന്മാർ, മേലുദ്യോഗസ്ഥർ, വലിയ വലിയ പണ്ഡിതന്മാർ, അവർ ഖാദി ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഹദിയ സ്വീകരിക്കാറില്ല. ഇസ്ലാമിക ലോകത്തിന്റെ ഖാദി ആയി കഴിഞ്ഞാൽ, ജഡ്ജി ആയി കഴിഞ്ഞാൽ പിന്നെ കീഴുദ്യോഗസ്ഥരെന്നല്ല, ജനങ്ങൾ തന്നെ ഒന്നും വാങ്ങൂല. ഹദിയ വാങ്ങുന്ന ഇസ്ലാമിൽ അനുവദനീയല്ലേ? ഹദിയ വാങ്ങുന്ന ഇസ്ലാമിൽ അനുവദനീയാണ്, അത് ഹറാമല്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ ഹദിയ വാങ്ങും. കാരണം സ്വാഭാവികമാണ്, ഒരു കുട്ടിയിൽ നിന്ന് ഹദിയ വാങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടിയോട് സ്വാഭാവിക സോഫ്റ്റ് കോർണർ ഉണ്ടാകും. ഒരു ഖാദി ഹദിയ വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു ജനങ്ങളിൽ നിന്ന് ഒരാളിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ, എന്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ, വലിയ വലിയ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ രേഖപ്പെടുന്നത് കാണാൻ കഴിയും. അവർ ഒന്നും സ്വീകരിക്കാറില്ല. ഖാദി ആയി കഴിഞ്ഞാൽ പിന്നെ സുഹൃത്തുക്കളിൽ നിന്ന് പോലും ഹദിയ സ്വീകരിക്കാറില്ലായി. കാരണം അത് പിന്നെ അദ്ദേഹത്തിന്റെ കേസ് കോടതിയിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അടുപ്പക്കാരനാവും, ആ സ്വീകരിച്ച ആളായി മാറും. സാധാരണഗതിയിലുള്ള നമ്മൾ എന്ന ഹദിയകളെ കുറിച്ച് അല്ല ഈ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മുടെ കീഴുദ്യോഗസ്ഥരാണ്, നമ്മുടെ മേലുദ്യോഗസ്ഥന് നമ്മൾ ഹദി കൊടുക്കാൻ പാടില്ല എന്നതാണ്. അദ്ദേഹം അത് സ്വീകരിക്കാനും പാടില്ല. എന്നാൽ നമ്മൾ വീട്ടിലൊരു ഒരു പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചടങ്ങ് വെച്ചു അതിൽ ഭക്ഷണം കഴിക്കാൻ, അതൊന്നും പ്രശ്നമില്ല. വീട്ടിൽ നമ്മളെല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ നമ്മൾ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടായി, നമ്മുടെ വിവാഹ സൽക്കാരമാണ് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിപാടിയാണ് വീട്ടിൽ, അതിലിപ്പോൾ നമ്മൾ മേലുദ്യോഗസ്ഥരെയോ സ്ഥാപനം ക്ഷണിക്കുന്ന പ്രശ്നം. പക്ഷെ പ്രത്യേകിച്ച് അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ഹദിയ കൊണ്ടുപോയി കൊടുക്കുക, പ്രത്യേകിച്ച് ഖാദി പോലുള്ള സ്ഥാനങ്ങളാണെങ്കിൽ അത്തരത്തിലുള്ളത് കൈക്കൂലിയായി എണ്ണപ്പെടാൻ വരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. നിരവധി പണ്ഡിതന്മാർ ഈ വിഷയത്തിലുള്ള പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ പരിശോധിച്ചാൽ ഇഷ്ടം പോലെ ഉദ്ധരണികൾ ഈ വിഷയത്തിൽ, ആധുനിക പണ്ഡിതന്മാരുടെയൊക്കെ നിരവധി സലഫി പണ്ഡിതന്മാരുടെ ഫത്വകൾ, അതുപോലെ തന്നെ അവരുടെയൊക്കെ ഈ വിഷയത്തിലുള്ള ആളുകളെ ഉപദേശിക്കുന്ന ഉപദേശങ്ങളൊക്കെ സുലഭമായി ഇന്റർനെറ്റിൽ തന്നെ ലഭ്യമാണ്. അത് ആവശ്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. അത് നമ്മൾ ഒരു ഇസ്ലാം കാണിച്ചൊരു സൂക്ഷ്മതയാണ്. ചൂഷണത്തിനുള്ളൊരു വകുപ്പ് അവിടെയും കൊടുത്തില്ല എന്നുള്ളത്. അപ്പൊ ഇമാം നവവി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാവർത്തികം ഒരു വിദ്യാർത്ഥിയിൽ നിന്നും അദ്ദേഹം ഹദിയ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇമാം നവവി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബിദ്അത്തുകൾക്കെതിരെ വളരെ കണിശമായ നിലപാട് സ്വീകരിച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ മയ്യത്തിന് ജനാസയെ അനുഗമിക്കുമ്പോഴുള്ള മര്യാദയെക്കുറിച്ച് പറയുന്ന കാണാം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഷാഫി മദ്ഹബാണ് എന്ന് പറഞ്ഞ് പിൻപറ്റുന്ന ആളുകൾ മയ്യത്തിനെ, ജനാസയെ പിന്തുടരുമ്പോൾ ഏത് രൂപത്തിലാണ് പിന്തുടരാറുള്ളത് നമുക്കൊക്കെ അറിയുന്ന ഒന്നാണ്. ഏതെങ്കിലും ദിക്റുകൾ അത് ഉച്ചത്തിൽ ചൊല്ലി അങ്ങനെയാണ് പോകാറുള്ളത്. പക്ഷെ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നിശബ്ദമായി മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് പോവുക അല്ലെങ്കിൽ മയ്യത്തിനു പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക എന്നതാണ് അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ശബ്ദമുണ്ടാക്കുക, അത് ദിക്റാണെങ്കിൽ പോലും ശബ്ദമുണ്ടാക്കുക എന്നതല്ല ഒരു ജനാസയെ അനുഗമിച്ച് പോകുമ്പോഴുള്ള ഇസ്ലാമിക മര്യാദ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇമാം നവവിയെ കുറിച്ച് നമുക്ക് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഷാഫി മദ്ഹബിലെ എന്താണ് ആർക്കും തള്ളാൻ കഴിയാത്ത ആധികാരികമായ പണ്ഡിതൻ അദ്ദേഹം അദ്കാറിൽ പറയുന്നത് കാണാൻ കഴിയും. ഈ അലം നീ അറിയണം, അന്ന സവാബൽ മുഖ്താർ, ഏറ്റവും നമ്മൾ സ്വീകരിക്കേണ്ട, തിരഞ്ഞെടുക്കേണ്ട ഏറ്റവും ശരിയായ അഭിപ്രായം മാ കാന അലൈഹി സലഫ്, മുൻഗാമികൾ സ്വീകരിച്ച സ്വഹാബിമാർ മുതലുള്ള ആ മുൻഗാമികളുടെ യഥാർത്ഥ നടപടി, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെന്താണ്? അസ്സുകൂത്ത്, മിണ്ടാതിരിക്കുക, നിശബ്ദമായി പോകുക. ഫി ഹാലി സൈരി മാൽ ജനാസ, ജനാസയോടൊപ്പം പോകുമ്പോൾ മിണ്ടാതെ നിശബ്ദമായി പോകുക. സ്വയം എന്തെങ്കിലും ചൊല്ലാമെന്നല്ലാതെ അല്ലെങ്കിൽ മയ്യത്തിനോട് പ്രാർത്ഥിക്കുകയോ നിശബ്ദമായി പോവുക, മരണത്തെക്കുറിച്ച് ഓർത്തു പോവുക എന്നതാണ് മുൻഗാമികൾ തൊട്ടേയുള്ള
കാരണം ഇമാം നവവിയുടെ കാലത്തും ഇതുപോലെ തന്നെ ജനാസയെ പിന്തുടരുമ്പോൾ വലിയ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി അലമുറയിട്ട് പോകുന്ന ആളുകൾ അന്നത്തെ കാലത്തുമുണ്ട്. അത് ജാഹിലിയ കാലത്ത് നിന്ന് മുസ്ലിം ഉമ്മത്തിൽ എന്തായാലും വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം കൂടിയാണ് അന്നിയാഹ. ജാഹിലിയ കാലത്തിൽ പെട്ടതാണ്. അത് എന്തായാലും മുസ്ലിം സമൂഹത്തിൽ നിന്ന് പോവില്ല. അർബഉൻ മിൻ ഉമൂരി എന്ന് പറഞ്ഞ അർബഉൻ മിൻ ഉമൂരിൽ ജാഹിലിയ, ജാഹിലിയ കാലത്തുള്ള 4 കാര്യങ്ങൾ അതിലൊന്നായി അത് എൻ്റെ ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യത്തിൽ ഒന്നാണ് അന്നിയാഹ, വിലാപം. മരണത്തിന് ശേഷം അലമുറയിട്ട് കരയുക, ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഒരാൾ കരയുക എന്നതല്ല, ഉച്ചത്തിൽ ആളുകളെ അലമുറയിട്ട് അട്ടഹസിക്കുക തുടങ്ങിയ പോലുള്ള കാര്യങ്ങൾ. ഇമാം നവവി ഇത് പിന്നെയും അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിൽ പല ഇടങ്ങളിൽ അദ്ദേഹം ഒരു ഉദാഹരണം സൂചിപ്പിച്ചത് മാത്രം. ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നതുമായ ഇമാം നവവിയുടെ ആ വിഷയത്തിലുള്ള ഷാഫി മദ്ഹബിൽ ആധികാരികമായ ഒരു പണ്ഡിതന്റെ ഒരു ആ വിഷയത്തിൽ ജനങ്ങൾ എത്ര ആളുകൾ അത് ചെയ്താലും യഥാർത്ഥ ഇസ്ലാമിക നിലപാട് എന്താണ്, അത് പിന്തുടരുക എന്നതായിരുന്നു ഇമാം നവവി അടക്കമുള്ള ആളുകളുടെ ഒക്കെയും നിലപാട്. അതേപോലെ ഖുർആൻ ഓതാൻ പാടില്ല, ഉച്ചത്തിൽ ഓതാൻ പാടില്ല, ദിക്റും ഉച്ചത്തിൽ ചൊല്ലാൻ പാടില്ല, വലാ ഗൈരി ദാലിക്, അതല്ല വേറെ എന്തെങ്കിലും അതും ചെയ്യാൻ പാടില്ല. വൽ ഹിക്മതു ഫീഹി ളാഹിറ, കാരണം അതിലുള്ള യുക്തി വളരെ പ്രകടമാണ്. ഒരു മനുഷ്യൻ ഇസ്ലാമിക പ്രമാണങ്ങൾ വായിച്ചാൽ തന്നെ എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അതിൽ എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. മിണ്ടാതെ പോകാൻ പറഞ്ഞത് എന്തിനാണ്? കാരണം വഹിയ അന്നഹു അസ്കറു ലി ഖാതിരിഹി വ അജ്മഉ ലി ഫിക്രിഹി, കാരണം മരണത്തിന്റെ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ നിശബ്ദമായി അതിന് പിന്തുടരുമ്പോഴാണ് മരണത്തെക്കുറിച്ച് ആലോചിക്കാനും അത് കോൺസെൻട്രേറ്റ് ചെയ്ത് തൻ്റെ ജീവിതവും കുറച്ചുകൂടി നന്നാക്കാനും അതിൽ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും ആ മനുഷ്യൻ സാധിക്കും. ആ ജനാസയെ കുറിച്ച് ആലോചിക്കും, സ്വയം തൻ്റെ ജീവിതവും തൻ്റെ ആയുസ്സും ഇങ്ങനെ തന്നെയാണല്ലോ പരിണമിക്കേണ്ടത് എന്നുള്ള ചിന്തയും മരണചിന്തയും ഒക്കെ ഉൾക്കൊള്ളാനും സ്വയം ജീവിതത്തിൽ ഒരു മാറ്റത്തിനുള്ള തിരികൊടുത്താനും ഒക്കെയുള്ള സന്ദർഭമായിട്ടാണ് അതിന് ഉപയോഗപ്പെടുത്തേണ്ടത്. വഹുവൽ മത്ലൂബു ഫീ ഹാദൽ ഹാൽ ഹാദാ ഹുവൽ ഹഖ്, അതാണ് സത്യവും അതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടതും എന്ന് അദ്ദേഹം പറയുന്ന കാര്യം. അതിനുശേഷം അദ്ദേഹം പിന്നെ പറയുന്ന കാര്യം വലാ തഗ്തറന്ന ബികസ്റതി മൻ യുഖാലിഫ്, എന്നാൽ ഇതിന് വിരുദ്ധമായി ഒരുപാട് ആളുകൾ ചെയ്യുന്നു. ഇത് ഇസ്ലാമിലെ ഒരു മൻഹജു സലഫ്, യഥാർത്ഥ സലഫുകളുടെ രീതി കൂടിയാണ്, ഒരു അടിസ്ഥാനം കൂടിയാണത്. വലാ തഗ്തറന്ന ബികസ്റതി മൻ യുഖാലിഫ്, ഇതിനെ അപ്പുറത്ത് ഇതിന്റെ എതിർ ചേരിയിൽ എത്ര ആളുണ്ട് എന്നതിൽ നീ വഞ്ചിതനാകും. അപ്പുറത്ത് ഒരുപാട് ആളുണ്ട്, എന്നാൽ പിന്നെ ഞാനും ഒഴുക്കിന് ഒപ്പം ഞാനും അങ്ങ് നീന്തിക്കളയാം, നാട് ഓടുമ്പോൾ എന്നാൽ പിന്നെ നടുവേ ഓടിക്കളയാം എന്നതല്ല ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാമിക നിലപാട്. ഒരുപാട് ആളുകൾ അപ്പുറത്തുണ്ട് എങ്കിലും എന്താണോ സുന്നത്ത്, എന്താണോ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്, എന്താണോ ശരിയായി നമുക്ക് മനസ്സിലായത്, അതാണ് നമ്മൾ നിർവഹിക്കുന്നത്. അതല്ലാതെ ആളുകളുടെ ഒരു കൂടികളാവുക എന്നത് ഒരിക്കലും ഇസ്ലാമിക പണ്ഡിതന്മാർക്കോ അല്ലെങ്കിൽ ഏതൊരു സാധാരണക്കാരനോ ഇസ്ലാമിക പ്രമാണങ്ങളുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ള യഥാർത്ഥ ഇസ്ലാം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നല്ലതല്ല എന്ന് പറഞ്ഞേക്കണേ. മുൻഗാമികളായ പണ്ഡിതന്മാർ ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകൾ അത് അന്നത്തെ കാലത്ത് തന്നെ വളരെ വ്യക്തമായി പറയും, ഇൽസം തുറുഖൽ ഹുദാ, ശരി ഹിദായത്തിന്റെ യഥാർത്ഥ പാത അതിന് മുറുകെ പിടിച്ച് ജീവിക്കുക. വലാ യദുറുക ഖില്ലത്തുസ് സാലിക്കീൻ, വളരെ കുറച്ച് ആളുകളെ അതിലുള്ളൂ എന്നത് അതിന് നിന്നെ ബുദ്ധിമുട്ടിക്കരുത്, അത് നിനക്കൊരു പ്രശ്നമായി തോന്നരുത്. കുറച്ച് ആളുകളുള്ളൂ, ഇപ്പം എൻ്റെ കൂടെ ഒരാളേ ഉള്ളൂ, ബാക്കിയുള്ള ആളുകളൊക്കെ അപ്പുറത്തെ സൈഡിലാണ്, എല്ലാവരും ആ രംഗത്ത് നമ്മുടെ എതിർചേരിയിലാണ് എന്നുള്ളതല്ല. അങ്ങനെ ആളുകളുടെ ഭൂരിപക്ഷം നോക്കി അഭിപ്രായം സ്വീകരിക്കുക, അത് നോക്കി ദീൻ നടപ്പാക്കുക, അത് നോക്കി കാര്യങ്ങൾ സത്യവും അസത്യവും വേർതിരിക്കുക എന്നതല്ല അഹ്ലുസുന്നയുടെ നിലപാട്, യഥാർത്ഥ ഇസ്ലാമിന്റെ നിലപാട്. അലൈക ബില്ലദീന ഇത്തബഉ കിതാബ് അല്ലാഹി വസുന്നത റസൂലി, അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും പിൻപറ്റുന്ന ആളുകളോടൊപ്പമാണ് നീ ചേരേണ്ടത്. വഇൻ കാനൽ ഖായിമു അലാ ദാലിക ഖില്ലത്തും മിനന്നാസ്, അത് ചിലപ്പോൾ കുറച്ച് ആളുകൾ ഉണ്ടാവും, വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളൂ, എന്നാലും നീ അതിനെയാണ് പിൻപറ്റേണ്ടത്. ഫഇന്നൽ ഹഖ്ഖ ലാ യുഅറഫു ബികസ്റത്തിൽ ഇത്തിബാ, ഭൂരിപക്ഷം നോക്കിയിട്ടല്ല സത്യം മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ആളുകൾ പിൻപറ്റുന്നു എന്ന് നോക്കിയിട്ടല്ല. ഇപ്പോൾ അധികം നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലോ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ടിങ്ങിന് ഇടുക, ഭൂരിപക്ഷ ആളുകൾ പറയുന്നത് ചെയ്യുക, ഭൂരിപക്ഷ ആളുകൾ പറയുന്നത് സത്യമായി തോന്നണം എന്നില്ല. പ്രമാണങ്ങളോട് യോജിക്കുന്നതാണ് സത്യമായി മാറുക. അള്ളാഹുവും റസൂലും എന്ത് പഠിപ്പിച്ചു അതാണ് സത്യമായി മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഭൂരിപക്ഷം ആളുകൾ പിൻപറ്റുന്നു എന്നത് നോക്കിയിട്ടല്ല, ആളുകളെ നോക്കിയിട്ടല്ല സത്യം തീരുമാനിക്കേണ്ടത്, സത്യത്തെ നോക്കിയിട്ടാണ് ഏത് ആളുകളോടൊപ്പം നമ്മൾ കൂടണം എന്ന് തീരുമാനിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്ന കാര്യം.